Guys, welcome back to another session of Chart with Mentors. അതെ, അതാണ് അതിന്റെ കറക്റ്റ്. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ അങ്ങനെ വീക്ക് ടു US30 ടെസ്റ്റിന്റെ രണ്ടാമത്തെ ആഴ്ചയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് അക്കൗണ്ട് ആദ്യം നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വീക്ക് 2 നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വീക്ക് 1 നമ്മൾ ഒരു ഏകദേശം എന്താ പറയാ 1% അടുപ്പിച്ച് ലോസിലാണ് ക്ലോസ് ചെയ്തത്. സെക്കൻഡ് വീക്ക് നമ്മൾ ലോസിലാണ്, പക്ഷെ വളരെ ചെറിയ ലോസാണ്. $4 ലോസിലാണ് വീക്ക് 2 ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോസിലോട്ട് ഇച്ചിരി വരാനുള്ള കാര്യം. ഒബ്വിയസ്ലി നമ്മൾ ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് വീക്ക് തുടങ്ങിയപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് 0.25% റിസ്കിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ്. സോ നമ്മൾ ഇതുവരെയുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 3R എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.5 റിസ്ക് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി വെനസ്ഡേ തൊട്ട് 0.5 റിസ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് തേഴ്സ്ഡേ ആയപ്പോൾ ഒരു വലിയ ലോസ് വന്നാൽ 0.5ൻ്റെ രീതിക്ക് റിസ്ക് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ലോസ്. സോ ഡെയിലിയുടെ ലിമിറ്റ് 1.5% എന്നുള്ള രീതിക്ക് ആണ് ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വീക്ക് 2 അപ്പോൾ നമ്മൾ ഓവറോൾ ഒരു ഏകദേശം 1% അടുപ്പിച്ച് ഇപ്പോഴും ലോസ് എത്തിയിട്ടേ ഉള്ളൂ. വലിയ ലോസ് ഒന്നുമല്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഇതിനിടയ്ക്ക് ഒരു എൻട്രി മിസ് ചെയ്ത്, അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അടുത്ത വീക്ക് നമുക്ക് സോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ഈ ആഴ്ചത്തെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മന്ത്ലി തുടങ്ങിയ സമയത്ത് പറഞ്ഞാണ് നമ്മൾ മന്ത്ലിയുടെ ഓർഡർ ഫ്ലോ ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ട്രാൻസാക്ഷൻ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള. അപ്പം അത് അതേപടി നടന്നിട്ടുണ്ട്. പ്രൈസ് അടുത്ത മണി ലെവലിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. വീക്ക്ലിയുടെ ഓർഡർ ഫ്ലോ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, കഴിഞ്ഞ ഒരു പ്രീവിയസ് വീക്കിൻ്റെ ഹൈ നമ്മളൊന്ന് സ്വീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് തന്നെയാണ് ഇപ്പോഴും. കഴിഞ്ഞ 2 ആഴ്ചയും നമുക്ക് കാണിച്ചു തരുന്ന മൊമെൻറ്റം ബുള്ളിഷാണ്. സോ ചിലപ്പോൾ നമ്മൾ ഇതൊന്ന് റീബാലൻസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും ഓവറോള്. കാരണം ഇൻഡെക്സ് ആണ്. ഓവറോള് മിക്കവാറും നമ്മൾ ബുള്ളിഷായിട്ട് തന്നെ ഡെലിവർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ചിലപ്പോൾ ആദ്യം ഇനീഷ്യലി നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഹൈ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആദ്യം സെല്ലായിരിക്കും കിട്ടുക. ചിലപ്പോൾ നമുക്ക് ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് ആ റീബാലൻസിങ് മാത്രമേ ഉള്ളൂ. സോ പ്രൈസ് ചിലപ്പോൾ ആദ്യം ഒരു സെല്ല് തരാമായിരിക്കും, പിന്നെ ആയിരിക്കാം പുഷ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് പ്രൈസ് ഈ ഹൈ എടുത്ത് കളയുമായിരിക്കും. അത് കാരണം ഇതിപ്പോൾ ഒരു പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ആണ്. അങ്ങനെയാണെങ്കിലും ഞാൻ സെല്ലായിരിക്കും നോക്കുക. കാരണം ഇവിടെ നമുക്ക് തൊട്ട് മുകളിൽ അടുത്ത ഇതും ഒരു ലെവൽ തന്നെയാണ്. ഇത് വീക്കിലിയിൽ ഒരു റീബാലൻസ് ലെവൽ തന്നെയാണ്. ചിലപ്പോൾ താഴോട്ട് പോകുന്നവർ നമുക്കിവിടെ എന്തെങ്കിലും മണി ലെവൽ കിട്ടാതിരിക്കത്തില്ല. സോ നമുക്കത് താഴെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോജിക്കൽ ലെവലാണെങ്കിൽ നമ്മളത് നോക്കും. ഇവിടെയാണ് എനിക്കൊന്ന് ലാസ്റ്റ് ഇംബാലൻസ് അവിടെയാണ് ഉള്ളത്, ലാസ്റ്റ് ആയിട്ടുള്ള ഇത് ഓപ്പൺ ഇംബാലൻസ് ആണ്. ഇത് ഒരു റീബാലൻസിങ് ലെവലായിട്ട് മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. തൊട്ടടുത്തുള്ള ലെവൽ എന്ന് പറയാൻ അതേ ഉള്ളൂ ഈ ലിക്വിഡിറ്റിക്ക് ഇപ്പം. അല്ല എങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സെല്ല്. സോ ഇപ്പോഴത്തെ പ്ലാന് ഈ ഒരു ഏരിയ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാലും സെല്ല് കിട്ടുകയാണെങ്കിൽ ഞാൻ സെല്ലബോ ചെയ്യും. ആദ്യം എന്ത് ലിക്വിഡിറ്റി എടുക്കും അതനുസരിച്ച് ഇരിക്കും കേട്ടോ. ഓബ്വിയസ്ലി ഇതൊരു ലെസ് പ്രോബബിൾ ആയിട്ടുള്ള സെക്ഷനാണ് ഈ പോയിന്റ് ഓഫ് ടൈം. കാരണം ഓവറോൾ മൊമെൻറ്റം ബുള്ളിഷാണ്. പക്ഷെ എന്ത് ലിക്വിഡിറ്റി ആദ്യം എടുക്കും അതനുസരിച്ചിരിക്കും നമ്മൾ തീരുമാനിക്കാം. എന്നാലും ഈ ലെവല് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യും എന്തായിരുന്നാലും. ഓക്കെ, അത് ആദ്യത്തെ പ്ലാൻ. പിന്നെ ഉള്ളത് നമുക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെയിലിയിൽ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ ഉണ്ട് ആക്ച്വലി. വീക്കിലിയുടെ ഓർഡർ ഫ്ലോയിൽ വന്നിട്ട് ഡെയിലിയുടെ ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഡെയിലി ചിലപ്പോൾ അടുത്ത മണി ലെവലിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റീബാലൻസ് ലെവൽ തൊട്ടടുത്തുള്ള മണി ലെവലിൽ നിന്ന് ഡെയിലിയിൽ ഇനിയുള്ള മണി ലെവൽസ് നമുക്ക് താഴോട്ടേ ഉള്ളൂ. ഇത് മുഴുവനും ഒറ്റ ദിവസത്തെ എന്തായാലും കവർ ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഓർഡർ ഫ്ലോയിലോട്ടോ, തൊട്ടടുത്തുള്ള ഓർഡർ ഫ്ലോ എന്ന് പറയാൻ അതാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക്. അതിലോട്ടായിരിക്കാം ചിലപ്പോൾ ഡെയിലി ഇറങ്ങുക. ഓൾറെഡി ഡെയിലിയുടെ ഒരു മണി ലെവലിലും തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ, ഓർഡർ ഫ്ലോയുടെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ ഉള്ളത്. അപ്പോൾ അതും സൂചിപ്പിക്കുന്നത് ബെയറിഷ്നെസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഡെയിലി പക്ഷേ ഓവറോൾ മൊമെന്റ് നോക്കുകയാണെങ്കിൽ ഇൻഡിസൈസീവ് ആണ്. ഇത് രണ്ട് ക്യാനിലും കൂടെ നോക്കുകയാണെങ്കിൽ ഇൻഡിസൈസീവ് ക്യാനിലായിട്ടായിരിക്കും കിട്ടുക. അപ്പം നമുക്ക് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വലിയ ഡീപ്പ് ഡിസ്കൗണ്ടിലൊന്നുമല്ല. അപ്പോൾ അടുത്ത ക്യാനിൽ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പ്രീമിയം വരികയാണെങ്കിൽ ഈ വിക്ക് തന്നെ ഇപ്പോൾ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്കാണ്, ഓൾറെഡി മണി ട്രാൻസ്ഫർ ഉള്ളത്. അപ്പം അവിടെ നിന്ന് നമുക്ക് സെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സെല്ലായിരിക്കും നമ്മൾ ആദ്യം നോക്കുക. സെല്ലിനുള്ള കാര്യങ്ങളാണ് ഇപ്പം ഓൾറെഡി ഉള്ളത്. പ്രീവിയസ് വീക്കിലിയുടെ ഹൈയും
അത് സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ സെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ലോസ് ടാർഗറ്റ് ചെയ്ത് തുടങ്ങാം. അതായത് ആ ലോസ് ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നാളത്തെ പ്രൈസ് ആക്ഷൻ പോലെ ഇരിക്കും. നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യോ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം ഡെയിലി നോക്കിയാലും വീക്കിലി നോക്കിയാലും സെല്ലിനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട് കാണുന്നത്, ആദ്യം പ്രോബിലിറ്റി കാണുന്ന സെൽസിന് തന്നെയാണ്. H4 ഡെലിവറി ഇപ്പോഴും ബുള്ളിഷാണ്. H4 വലിയ മാറ്റമൊന്നുമില്ല, എക്സെപ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള ട്രാൻസാക്ഷൻ നമുക്ക് സബിൻ്റെ രീതിക്ക് ഒരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട് താഴോട്ട്. അതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആണെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം, പ്രൈസ് മുകളിൽ പോകാൻ ശ്രമിച്ചെങ്കിലും അത് ഫെയിലായി താഴോട്ട് തന്നെ പ്രൈസ് ഡെലിവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഈ ഓർഡർ ഫ്ലോ ഹോൾഡൊന്നും ചെയ്തില്ല. പ്രൈസ് ഇവിടെ ഒരു റാൻഡം ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയിട്ട് മുകളിൽ പോയി. ഇതാ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുത്തിട്ട് സ്വീപ്പ് ചെയ്ത വിക്കാണ്. അതിൽ തന്നെ ആയിരുന്നു ടോം ഉള്ളത്, ട്രാൻസ്ഫർ ഓഫ് മണി ഉള്ളത് അവിടെ തന്നെ ആയിരുന്നു. അപ്പം ന്യൂസിൻ്റെ സമയത്തും പ്രൈസ് അവിടെ വന്നിട്ട് താഴോട്ട് തന്നെയാണ് മിറ്റിഗേറ്റ് ചെയ്ത് ഇറങ്ങിയത്. അപ്പം ഇൻറ്റൻഷൻ ബെയറിഷായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഇപ്പം തൊട്ടടുത്ത് നമുക്കിനിയുള്ള H4ൻ്റെ മണിയിലെന്ന് വെച്ചാൽ ഓർഡർ ഫ്ലോഡ് ഓപ്പൺ ആണ്. അപ്പം അത് നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. സെല്ലിന് നമുക്ക് ആ മണി ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഫ്ലോഡ് ഓപ്പൺ അല്ലേ? കറക്റ്റ്, അതെ. അപ്പം ഇതായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്ന ഏരിയ, സെൽസിന് വേണ്ടിയിട്ട് അതായിരിക്കും. ബൈ എനിക്കിവിടെ ലാസ്റ്റ് ഇംബാലൻസ് ഉണ്ട്, അതാണ് അടുത്തുള്ള ഒരു ഏരിയ. H4ൻ്റെ ബൈ നോക്കാനാണെങ്കിൽ ആ ഒരു മണി ലെവലേ ഉള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് വേറെ ഈ ലോ പോകണം. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ഇംബാലൻസ് ഇത് തന്നെയാണ്. അതിന് ഒരു ലിക്വിഡിറ്റി പൂളായിട്ട് എടുക്കുക, കാരണം ഇവിടെ ട്രാൻസാക്ഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ മണി ലെവലിൽ തന്നെയാണ്. ചിലപ്പോൾ അത് ഈ ഏരിയയിലോട്ട് വരാനായിരിക്കും. അപ്പം ചില മൺഡേ തുടങ്ങുമ്പോൾ ഓൾറെഡി അതാ ഒരു സെക്ഷൻ ചിലപ്പോൾ ഏഷ്യയുടെ ടൈമിൽ തന്നെ ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തും. അങ്ങനെയാണെങ്കിൽ നല്ലത്. നമുക്ക് എന്നാൽ സെല്ല് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതല്ല ഏഷ്യയിൽ ഇത് എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. നമുക്ക് 1002 ക്യാനിൽ എന്തായാലും നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. സോ അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ട്വീക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഷുവർ ഷോട്ട് എങ്ങോട്ടാണ് ആദ്യം പ്രൈസ് പോകാമെന്നൊന്നും അറിയത്തില്ല. ഒബ്വിയസ്ലി മുകളിലോട്ട് വരുന്നതോറും നമ്മൾ സെല്ലിലോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആയിരിക്കും. ഈ വിക്കിൽ നിന്ന് ഇപ്പോൾ ഈ വിക്കിലോട്ടാണ് മണി ട്രാൻസ്ഫർ ഉള്ളത്. അപ്പോൾ ഇത് മിറ്റിഗേഷൻ ഇനിയും സാധ്യതയുള്ള സ്ഥലമാണ്. മണി ട്രാൻസ്ഫറിന് ഇനിയും സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഓർഡർ ഫ്ലോ അടുത്ത് തന്നെ ഇംബാലൻസ് ഉണ്ട്. ആക്ച്വലി രണ്ടും ഒരേ ഏരിയയിൽ തന്നെ. അപ്പോൾ ഓർഡർ ഫ്ലോ നമുക്ക് മാർക്ക് ചെയ്യാം. തൊട്ടടുത്തുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ലണ്ടൻ സെഷനും എന്ത് ലിക്വിഡിറ്റി സപ്പോർട്ട് ചെയ്യോ അതനുസരിച്ച് നമുക്ക് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യാം. മൊമെൻറ്റും നമുക്ക് ലിക്വിഡിറ്റി നോക്കിയിട്ട് 15 മിനിറ്റിലൊക്കെ നമുക്ക് നമ്മളെ AM ലിക്വിഡിറ്റി എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് മിറ്റിഗേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ സെല്ല് തന്നെ എടുക്കും. ആ വീക്കിലിയുടെ ആദ്യത്തെ സെല്ല് തന്നെ ആയിരിക്കും. നമുക്കറിയാം താഴോട്ട് വരാനാണ് സാധ്യത. ആ റീബാലൻസിങ് വീക്കിലിയുടെ ലെവൽ താഴെയാണ്. അപ്പം ഇഷ്ടമാതിരി ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് കയറിപ്പോയത്. പക്ഷെ ഒറ്റയടിക്ക് ഇറങ്ങി വരത്തില്ല. ഇറങ്ങാനും വേണം ലിക്വിഡിറ്റി. ഇത് ഫുൾഫിൽ ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യത്തില്ല. പ്രൈസ് ഒരിക്കലും ഒരേ ഡയറക്ഷനിൽ ഒറ്റ പോക്ക് പോകത്തൊന്നുമില്ലല്ലോ. പ്രൈസ് ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എടുക്കും. അപ്പം മിക്കവാറും ഇങ്ങനെയുള്ള വലിയ ഇമ്പൾസ് മൂവിന് ശേഷം പതിയെ ഇറങ്ങാറുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിയെ ആയിരിക്കും പ്രൈസ് വരിക. ഈ ഒരു ഇംബാലൻസ് ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പം അതിനൊക്കെ ഫില്ല് ചെയ്യണമെങ്കിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും പ്രൈസ് അങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുള്ളത്. നമുക്ക് ആ സെൽസിലോട്ട് നോക്കാം. സെൽസാണ് ഇപ്പം പൊതുവെ നമ്മൾ കാണുന്നത്. ഇത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റുമാണ്. നമുക്കിത് ഞാൻ ഇപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് H4ൻ്റെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട്. കാരണം ഇതിപ്പം ഒന്നുമില്ല, താഴെയാണ് അവസാനം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൈസ് കിട്ടിയത്. അപ്പം താഴോട്ട് വരണം. മിക്കവാറും നമ്മൾ താഴോട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇല്ല, അതെ. ഇപ്പം നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇത്രേ ഉള്ളൂ. നമുക്കിനി കാണേണ്ടത് മൺഡേ വരുമ്പം പ്രൈസ് നമ്മൾ ഓർഡർ ഫ്ലോയുടെ ഉള്ളിലോട്ട് എങ്ങോട്ടെല്ലാം പോകണമെങ്കിൽ നമ്മൾ സെല്ല് തന്നെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അതല്ല ഈ ലോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയുടെ അകത്ത് ബൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ബൈ കയറും. മിക്കവാറും അത് ഷോർട്ട് ടേം ബൈ ആയിരിക്കും, ലോങ് ടേം ആയിരിക്കത്തില്ല. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് നമ്മളെ പ്ലാൻ മാറ്റാം. ബാക്കി നമ്മൾ ഇൻട്രാഡേ 1 മണിക്കൂറും 15 മിനിറ്റും നമ്മളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം അത് എന്തായാലും മാറും. 4 hour വരെയുള്ള കഥ നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരിക്കും ബേസിക്കലി അടുത്ത ആഴ്ചത്തെ പ്ലാൻ. ബാക്കിയൊന്നും മാറ്റുന്നില്ല. ലണ്ടൻ, ന്യൂയോർക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. 0.5 ആയിരിക്കും നമ്മൾ പെർ ട്രേഡ് റിസ്ക് ചെയ്യാം. ഓക്കെ, സോ അത് വേറെ ഒന്നുമല്ല. 3 hour നമ്മൾ പാർഷ്യൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എങ്ങനെ നോക്കിയാൽ ഒരു 1% നമുക്ക് എങ്ങനെയായാലും ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഓവറോൾ നമുക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് അക്കൗണ്ടിൻ്റെ തീരുമാനം എത്തിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇഴഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഒരു തീരുമാനത്തിൽ എത്തിക്കാം നമുക്ക്. ഓക്കെ, 2 weeks ആയിട്ട് നമുക്ക് ഓവർ ഗ്രോത്തോ പ്രോഫിറ്റ് ഓർ ലോസ് ഒന്നുമില്ല. നമുക്കതൊന്ന്
നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യത്തില്ല. നമ്മളൊരു ഒബ്വിയസ്ലി ഇപ്പം പ്രോഫോംസിൽ ടൈം ലിമിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ പഴയ റൂള് ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. 30 ഡേയ്സേ അതെ. ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മളിപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 30 ഡേയ്സിനുള്ളിൽ ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് വെച്ച് അഴച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അഴയ്ക്കാൻ വെറുതെ സമയമില്ല. വേസ്റ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ. അപ്പം ഒരു തീരുമാനത്തിലെത്തിക്കുക. ഓവറോൾ ഉം. ഒരുപാട് ലോസിലോട്ട് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 5% 6%ലൊക്കെ ഓവറോൾ ഡ്രോ ഡൗൺ പോവുകയാണെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് ട്രേഡ് എടുക്കും. പിന്നെ കിട്ടി പോയാൽ പോയി ആയിരിക്കും. വേറെ ഒന്നുമല്ല, നമുക്ക് അതെ. ആ കൂടി നമ്മൾ സ്പെൻഡ് ചെയ്ത് $23 അല്ലെങ്കിൽ $25 അക്കൗണ്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പിറകെ ഇരുന്ന് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓവറോൾ ഈ അക്കൗണ്ട് പോകുന്നുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ നല്ല റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ അതൊന്നില്ലെങ്കിൽ നമ്മൾ കവറപ്പ് ആവും, ഇല്ലെങ്കിൽ അക്കൗണ്ടും അടുത്ത അക്കൗണ്ട് എടുക്കും. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലെ ഫണ്ട് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം നമ്മൾ എത്ര ഇടുന്നു, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ത്, നമ്മളതിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഇതിട്ട് നമുക്ക് 3-4 കൊല്ലമൊന്നും ഒരു അക്കൗണ്ടിന് പിറകെ സമയമില്ല. സമയം അതെ പോലും നമുക്ക് അതെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, വെറുതെ അതെ കളയാൻ പറ്റില്ലല്ലോ അത് പറ്റത്തില്ല. അടുത്ത്. അപ്പം ആ ഓക്കെ. ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് അവരവരുടെ റൂൾസ് ഉണ്ട്. പക്ഷെ എൻ്റെ അബ്ദുവിൻ്റെയൊക്കെ തിങ്കിങ് ഈ രീതിക്കാണ്. നമുക്ക് ടൈമില്ല. അതെ. നമ്മൾ ടൈം ലിമിറ്റ് പ്രോഫോം തന്നില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഒരു ടൈം ലിമിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഈ ടൈം ലിമിറ്റിനുള്ളിൽ ഫേസ് പാസ്സാക്കി എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അക്കൗണ്ട് പാസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു എയിമുണ്ട്. ഓബ്വിയസ്ലി അതെ. അതിനുള്ള ഫാക്ടേഴ്സാണ് സെറ്റപ്പ് കിട്ടണം, കറക്റ്റ് സെറ്റപ്പിൽ എടുക്കുക എന്നുള്ള കാര്യമൊക്കെ അത് സെക്കൻഡറി. മെയിൻ ഒരു അടിസ്ഥാന ഗോൾ ഇതാണ്, ആ ഒരു 30 ഡേയ്സിനുള്ളിൽ തന്നെ അടുത്ത അക്കൗണ്ട് പാസ്സാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴും നമുക്കുണ്ട്. അത് പണ്ടത്തെ ആ ശീലമാണ്, ഇപ്പോഴും മാറത്തൊന്നുമില്ല. അത് അത് നിങ്ങൾക്കൊക്കെ കുറെ ഇല്ല. ആൾക്കാർക്കൊന്നും അറിയില്ല, പുതിയതായിട്ട് വന്നവർക്കൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഇല്ല അതെ അതെ സംഭവം പണ്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് 30 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. പക്ഷെ അത് നല്ല റൂളായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് കിടിലമായിരുന്നു. ഒരുപാട് പിന്നെ സമയം വേസ്റ്റ് 24 ചെയ്തില്ല. ദിവസമൊക്കെ എടുത്ത് ഇല്ല ഫുൾ റിസ്ക് ഫുൾ ഒക്കെ ചെയ്ത റിസ്കിൽ സമയമുണ്ട്. സമയമുണ്ട്. അതെ അതെ അതെ, ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉം. അത് വേറെ ഒന്നല്ല, നമുക്ക് ആ ടൈം ലിമിറ്റ് നമുക്ക് വേണ്ടി വെച്ചില്ലെങ്കിൽ നമ്മൾ ചെറിയ അക്കൗണ്ടിന്റെ പിറക്കെയും അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഉം. നിങ്ങളിതിനൊരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ നമുക്കതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. ഒരുപാട് ഡ്രോ ഡൗണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് ഡ്രോ ഡൗണിലാണ്, ഇത് ചിലപ്പോൾ പോകുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം എന്തുകൊണ്ട് ഹൈ റിസ്ക് എടുത്തുകൂടാ? എന്തായാലും പോവില്ല, പോയാലും നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. $23 ചെറിയ അക്കൗണ്ട് ചെറിയ $23 അക്കൗണ്ട്. അതെ അല്ലേ? അതെ. അപ്പം ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം യൂസ് മാത്രമാണ്. ചെയ്യാം. അതെ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പം ഫണ്ട് അക്കൗണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ലൈവ് കിട്ടുന്നവരെ ലൈവ് കിട്ടി വരുമ്പോൾ നമ്മൾ ആ ലൈവ് അക്കൗണ്ട് കൺസർവേറ്റീവ് അതിനൊരു ആയിട്ട് ട്രേഡ് ചെയ്യാം. മാനേജ്മെന്റ് അതിനൊരു അതെ, മാനേജ്മെന്റ് മാനേജർ സിസ്റ്റം വെക്കുക. വരും. പാസ്സാക്കുന്ന ടൈം മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നല്ല സെറ്റപ്സ് ചൂസ് ചെയ്ത് റിസ്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഓവറോൾ പ്ലാൻ. പ്ലാൻ ഇത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് മാക്സിമം നമ്മൾ സെല്ലിനാണ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സെല്ലിനാണ് കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത്. അപ്പം അഗെയിൻ നമ്മൾ രണ്ടുപേരുടെയും ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡ്സിൻ്റെ ട്രേഡ്സിന്റെ ടോട്ടൽ ടോട്ടൽ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. ഉണ്ടായിരിക്കും. അപ്പം ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ താഴെ കമൻറ്റിലും ലിങ്ക് ചെയ്തിട്ടേക്കാം ഇൻസ്റ്റയുടെ അക്കൗണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമായിരിക്കും ഓൾറെഡി. ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കിട്ടുന്നതായിരിക്കും, നമ്മുടെ ജേർണലിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതെ. ഓക്കെ. അപ്പോൾ സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും, അപ്പം മറക്കണ്ട. അപ്പം അടുത്ത ആഴ്ച കാണാം ഗൈസ്. അപ്പോൾ സീ യു, ടേക്ക് കെയർ.